നമസ്കാരം. വയനാട്ടിലെ ചൂരൽമലയിൽ ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രകൃതി ദുരന്തം നമ്മളെ വല്ലാതെ അലട്ടുന്ന തന്നെയാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. വയനാട്ടിലെ ചൂരൽമലയിൽ മാത്രമല്ല, പശ്ചിമഘട്ടത്തിന്റെ ഏത് ഭാഗത്തും ഇനിയും ഉരുൾപൊട്ടാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് അതിലേക്ക് വരാം. ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും പശ്ചിമഘട്ടത്തിന്റെ ഏത് മേഖലയിലും ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ ആളുകളെ സ്ഥിരമായി അവിടുന്ന് പുനരധിവസിപ്പിക്കേണ്ട അത്യാവശ്യ ഘടകം തന്നെയാണ്. മാത്രമല്ല, 10 ഡിഗ്രി മുതൽ 40 ഡിഗ്രി വരെ ചെരിവുള്ള പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 2018 കുഫോസ് ISROയുമായി ചേർന്ന് നടത്തിയ ഒരു പഠനത്തിൽ വയനാട്ടിലെ ചൂരൽമലയിലെ കൂറ്റൻ കല്ലുകൾ പൊട്ടിയിരിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഇത് ഈ പറയുന്ന ഉരുൾപൊട്ടലിന് ആഘാതം ഏറെ സൃഷ്ടിക്കാനുള്ളൊരു കാരണവുമായിരുന്നു. മഴക്കാലത്ത് മണ്ണിടിച്ചിൽ സാധ്യത കൂടുതലുള്ള പ്രദേശങ്ങളിലെ ആളുകളെ സ്ഥിരമായിട്ട് മാറ്റിപ്പാർപ്പിക്കാൻ ഒരു സംവിധാനം ഒരുക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ മനുഷ്യജീവന് നമുക്ക് സംരക്ഷണം നൽകാൻ സാധിക്കും. ജപ്പാനിൽ ഇത്തരത്തിലുള്ള നിരന്തരമായി പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാവുന്ന ജപ്പാനിൽ ഇതിനു വേണ്ടിയിട്ടുള്ള പല സംവിധാനങ്ങൾ അവർ ഒരുക്കിയിട്ടുണ്ട്. കേരളത്തിലെ 13% ഭൂപ്രദേശങ്ങളും ഉരുൾപൊട്ടൽ സാധ്യത നേരിടുന്നു എന്ന് കുഫോസിന്റെ പഠനം മുന്നോട്ട് വിട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ 2018 പ്രളയത്തിന് കാരണമായ മഴ ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം, അതേപോലെ മലപ്പുറം, പാലക്കാട്, തൃശൂർ ഈ ജില്ലകളിലെല്ലാം തന്നെ ഉരുൾപൊട്ടൽ സാധ്യത 3.46% ഉയർത്തിക്കാട്ടിയിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ കേരളത്തില് 600 മീറ്റർ മുകളിലേക്കുള്ള ഹൈറേഞ്ച് മേഖലകളെല്ലാം തന്നെ ഈ പറയുന്ന ഉരുൾപൊട്ടൽ സാധ്യത നേരിടുന്ന പ്രദേശങ്ങളാണ്.